നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യമനിലെ ഹൂതി വിമതർ ഇസ്രയേൽ തലസ്ഥാനമായ ടെല്ലവീവിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ യമനിലെ സനയിലേക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. യമനിലെ ചെങ്കടൽ തുറമുഖ നഗരമായ ഹൊദൈദയിലെ ഹൂതികളുടെ സൈറ്റിൽ യുഎസ് ബ്രിട്ടീഷ് നാവിക സഖ്യം ഞായറാഴ്ച പുലർച്ചയ്ക്ക് മുൻപ് പുതിയ ഒരു വ്യോമാക്രമണം നടത്തിയതായാണ് പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. ഹുദൈദയിലെ അൽ ലുഹയ്യ ഏരിയയിലെ സൈറ്റിനെയാണ് വ്യോമാക്രമണം ലക്ഷ്യമിട്ടിരിക്കുന്നത്. തലസ്ഥാന നഗരമായ സനയിൽ ഹൂതികൾ നടത്തുന്ന മിസൈൽ സംഭരണ കേന്ദ്രത്തിനും കമാൻഡ് ആൻഡ് കൺട്രോൾ സൌകര്യത്തിനും നേരെ ശനിയാഴ്ച രാത്രി തങ്ങളുടെ സൈന്യം കൃത്യമായ വ്യോമാക്രമണം നടത്തിയിരുന്നു എന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് എക്സിലെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. വ്യോമാക്രമണത്തെക്കുറിച്ചുള്ള കൃത്യമായ വിശദാംശങ്ങൾ ഉടനടി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഹൊദൈദയുടെ തെക്കൻ ഭാഗത്തുള്ള അൽ തുഹൈത്ത ജില്ലയെ സഖ്യസേന ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. തെക്കൻ ചെങ്കടൽ, ബാബ് അൽ മാൻഡേബ്, ഏദൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലെ യുഎസ് നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്കും വ്യാപാര കപ്പലുകൾക്കും എതിരായ ആക്രമണം നടത്തുന്നത് പോലുള്ള ഹൂതികളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ആക്രമണമെന്ന് യുഎസ് സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞു. ചെങ്കടലിനു മുകളിലൂടെ ഒന്നിലധികം ഹൂതി വൺവേ ഡ്രോണുകളും കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലും ആക്രമണം നടത്തിയതായും യുഎസിനെയും സഖ്യസേനയെയും പ്രാദേശിക പങ്കാളികളെയും അന്താരാഷ്ട്ര ഷിപ്പിംഗിനെയും സംരക്ഷിക്കാനുള്ള അവരുടെ പ്രതിബദ്ധത ഈ ആക്രമണത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നും യുഎസ് സൈന്യം പറയുന്നു. ഹൂതികൾ വിക്ഷേപിച്ച മിസൈൽ ടെല്ലവീവിൽ പതിക്കുകയും 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനു പിന്നാലെയാണ് അമേരിക്ക ഇത്തരമൊരു ആക്രമണം നടത്തുന്നത്. ഹൂതികളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയത്. ചെങ്കടലിന് മുകളിലൂടെ നിരവധി ഹൂതി ഡ്രോണുകളെയും ചരക്ക് കപ്പലുകളെ ലക്ഷ്യമാക്കിയിട്ടുള്ള ക്രൂയിസ് മിസൈലുകളെയും അമേരിക്കൻ സേന തകർത്തതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ ഭീകരാക്രമണങ്ങൾ മേഖലയിലെ നിയമവിരുദ്ധമായ ആക്രമണവും ക്രിമിനലിസവും സ്ഥിരീകരിക്കുന്നു എന്ന് യമൻ വിമതരുടെ സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ അംഗം മുഹമ്മദ് അലി അൽ ഹൂതി എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കമാൻഡ് ഫോഴ്സ് ഒന്നിലധികം ഹൂതി വൺവേ ആക്രമണ ഡ്രോണുകളും ചെങ്കടലിനു മുകളിലൂടെ ഒരു കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലും വെടിവെച്ചിട്ടതായും റിപ്പോർട്ടുണ്ട്. ടെല്ലവീവിൽ 20 ഇസ്രയേലികൾക്ക് പരിക്കേറ്റ മധ്യ ഇസ്രയേലിന് നേരെയുണ്ടായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്ത് മണിക്കൂറുകൾക്കു ശേഷമാണ് ഈ വ്യോമാക്രമണം നടക്കുന്നത്. ടെല്ലവീവിലേക്ക് ഹൂതി വിമതർ നടത്തിയ ആക്രമണത്തെ തടയാൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. ഹൂതി വിമതർ ജനവാസ മേഖലകളെ മനഃപൂർവ്വം ലക്ഷ്യമിടുന്നതായി ഇസ്രയേൽ ആരോപിച്ചു. ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിനെതിരായ ആക്രമണത്തെ തുടർന്ന് ഈ വർഷം ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ യുഎസും യുകെയും ആവർത്തിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച യമനിലെ ഹൂതിയുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. സനയ്ക്ക് സമീപമുള്ള പവർ സ്റ്റേഷനുകൾ ഉൾപ്പെടെ യമനിലെ നിരവധി ലക്ഷ്യങ്ങളിൽ വ്യാഴാഴ്ച ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയിട്ടുണ്ട്. ടെല്ലവീവിലേക്ക് ഔപചാരികമായി അൻസാർ അള്ള എന്നറിയപ്പെടുന്ന ഹൂതികൾ നടത്തിയ മിസൈൽ വിക്ഷേപണത്തെ തുടർന്നാണ് 9 പേരെങ്കിലും കൊല്ലപ്പെട്ട ഇസ്രയേൽ ബോംബാക്രമണം ഉണ്ടായത്. ഇസ്രയേലിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചതാണ് യുഎസിന്റെയും ബ്രിട്ടന്റെയും തിരിച്ചടിക്ക് പ്രേരിപ്പിച്ചത്. ഇസ്രയേലിന്റെ വാണിജ്യ കേന്ദ്രമായ ടെല്ലവീവിൽ ഹൂതി മിസൈൽ ആക്രമണം നടത്തിയ അതേ ദിവസമാണ് സനയ്ക്കെതിരായ യുഎസ് ആക്രമണം ഉണ്ടായത്. ദിവസങ്ങൾക്കുള്ളിൽ നടന്ന രണ്ടാമത്തെ ആക്രമണത്തിലാണ് 16 പേർക്ക് പരിക്കേറ്റത്. ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പിനെ ദുർബലപ്പെടുത്താനുള്ള യോജിച്ച ശ്രമത്തിന്റെ ഭാഗമായി ചെങ്കടലിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമന്റെ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ തടയാൻ യുഎന്നിന് വ്യക്തമായ അധികാരം നൽകാൻ യുഎസ് ആഗോള പിന്തുണ തേടുകയാണെന്ന് യുഎസ് പ്രത്യേക പ്രതിനിധി പറഞ്ഞു. യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങളിൽ മനുഷ്യത്വപരമായ സംഘടനകൾക്ക് പ്രവർത്തിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകുന്ന ഈ നീക്കം ഹൂതികളെ ഭീകര ഗ്രൂപ്പായി പുനർനിർണയിക്കുന്നത് പരിഗണിക്കുന്നുണ്ട്. യുഎസ് പിന്തുണയുള്ള ഇസ്രയേൽ സൈന്യം 45,000-ലധികം ആളുകളെ കൊന്നൊടുക്കിയ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസ് സഖ്യകക്ഷിയെ സമ്മർദ്ദത്തിലാക്കാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഹൂതികൾ ഇസ്രയേലിനെ ലക്ഷ്യമിടുന്നുണ്ട്. യമൻ വിമതരും ഇതേ ക്യാമ്പയിനിന്റെ ഭാഗമായി ചെങ്കടലിലും പരിസരത്തുമുള്ള കപ്പൽപാതകളിൽ ആക്രമണം നടത്തുന്നു. ഇത് പലസ്തീനികളെ പിന്തുണയ്ക്കുന്നതായി അവർ പറയുന്നു. മാസങ്ങളായി ചെങ്കടൽ ആക്രമണത്തിന് മറുപടിയായി യുഎസും യുകെയും യമനിലെ ഹൂതി ലക്ഷ്യങ്ങളിൽ ബോംബാക്രമണം നടത്തുന്നത് ഇതുകൊണ്ടാണ്. യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടവും ഹൂതികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടെല്ലവീവിലേക്ക് ഹൂതി വിമതർ നടത്തിയ ആക്രമണത്തെ തടയാൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല എന്നതും ഒരു വലിയ പ്രശ്നമായി തന്നെ എടുക്കുന്നുണ്ട്.
2023 നവംബർ മുതൽ ഹൂതികൾ ഇസ്രയേലി നഗരങ്ങളിൽ റോക്കറ്റും ഡ്രോൺ ആക്രമണവും നടത്തുകയും ചെങ്കടലിലെ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത്. കപ്പൽ ഗതാഗതത്തിന് നേരെ നടക്കുന്ന ആക്രമണത്തെ അമേരിക്കയും ബ്രിട്ടനും ഗൗരവത്തോടെ തന്നെ കാണുന്നു. ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ ഹൂതികൾക്കെതിരായ ആക്രമണം ശക്തമാകാൻ തന്നെയാണ് സാധ്യത. മലയാളി വാർത്ത ഇൻസൈഡ്.